ഒരു ചെടി. ചെടിയാ? ചെടിയായിരുന്നാ? ഈ ചെടിക്കൊക്കെ ഇങ്ങനൊക്കെ പേരിട്ടത് ആരാടി? നിങ്ങൾക്കറിയോ ഈ വീട്ടിൽ തീ തിന്നാ ഞാൻ ജീവിക്കുന്നത്. അയ്യോ, ഇവിടെ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല, ഇവിടെ തീയാ വാരി തിന്നുന്നേ. എന്റെ വായിലിരിക്കുന്നൊന്ന് കേക്കരുത്. നിങ്ങളെ ഞാൻ എന്ന് കല്യാണം കഴിച്ചോ അതാ എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ ചതി. നീയാടി എന്നെ ചതിച്ചത്. എടി, നിന്നെ പെണ്ണ് കാണാൻ നിന്റെ വീട്ടിൽ ഞാൻ വന്നപ്പോ എന്തുവാ പൊട്ടിയൊക്കെ വാരി അടിച്ച് മേക്കപ്പ് ഇട്ട് ഇവിടെ ഇറങ്ങി വന്ന് ഞാൻ വിചാരിച്ച് യഥാർത്ഥത്തിൽ നിന്റെ കോലം ഇതായിരിക്കുമെന്ന്. പിന്നീടല്ലേടി എനിക്ക് മനസ്സിലായത്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കും മേക്കപ്പ് ഇട്ട പെണ്ണുങ്ങൾ ഒരേ കണക്കാടി. അതെന്താ? എടി, തേച്ചൊന്ന് ഒരക്കണം, യഥാർത്ഥ ഭൂതം വെളി വരും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഭൂതം എന്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമായി ഇപ്പോഴും ആത്മഹത്യ ചെയ്യാതെ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന അറിയാമോ? ഇന്നേ വരെ എനിക്കോ എന്റെ കുടുംബത്തിനോ വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ മനുഷ്യ? ഇതാടി പറഞ്ഞ നന്ദി വേണമെന്ന്. നിന്റെ ചേട്ടത്തി ഒരുത്തി ഡിവോഴ്സ് ആയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഓർമ്മയുണ്ടോ? ഉണ്ടാടി നിനക്ക്? എടി, അവക്ക് പുനർവിവാഹം വേണമെന്ന് പറഞ്ഞ് ഞാനാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത്. നിങ്ങൾ പത്രത്തിൽ എന്തോന്നാ കൊടുത്തേ? സന്ധ്യ 30 വയസ്സ് കുട്ടികളില്ല, മറ്റു ബാധ്യതകളെ ഇല്ലെന്ന്. എന്നിട്ട് പത്രത്തിൽ എന്തോന്നാ വന്നേ? സന്ധ്യ 30 വയസ്സ് കുട്ടികളില്ല, ഒരു സാധ്യതയില്ലെന്ന്. അതൊരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയോ എന്റെ മിസ്റ്റേക്കാണ്. ഒരു അക്ഷരം മാറിയതുകൊണ്ടാ ഇപ്പോഴും അവൾ ഈ വീട്ടിൽ കയറി നിൽക്കുന്ന അറിയാമോ? ലോണിന്റെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഞാൻ എന്തോ വേണം? നീ ഒരു 1-2 അങ്ങോട്ട് എടു. അയ്യടാ, പുതിയത് എടുക്കാനല്ല, എടുത്ത ലോൺ തിരിച്ചടക്കാൻ അവര് വിളിച്ചത്. അയ്യോ, ഞാൻ ലോൺ എടുക്കുകയും വേണം, അത് തിരിച്ചടക്കുകയും വേണം. ഏതെങ്കിലും ഒരു വീടിന്റെ മുമ്പിൽ 3 പെണ്ണുങ്ങൾ കൂടി നിൽക്കുന്ന കണ്ടാ മതി, അപ്പൊ ഇങ്ങനെ ഓടി അടുക്കളയിലോട്ട് കയറി വരും. എന്നിട്ട് മീൻ കഴുകിക്കൊണ്ടിരിക്കുന്ന എന്റെ മൂട്ടിലിട്ടൊരു തട്ട, എടുക്കടി ലോൺ, എടുക്കടി ലോൺ, എടുക്കടി ലോൺ. 1.5 ലക്ഷം രൂപ തിരിച്ചടക്കാൻ എന്ത് മനുഷ്യ? വടയലടി വടി. ഈ അടവിന്റെ കാര്യം പറയുമ്പോ എനിക്ക് തലയ്ക്ക് പ്രാന്താ. ഇനി മേലാ ലോണിന്റെ ആൾക്കാരെങ്ങാണ് ഇവിടെ വരുമ്പം എന്റെ അടുത്ത് എടുക്കടി ലോൺ, എടുക്കടി ലോൺ, എടുക്കടി ലോൺ എന്ന് പറഞ്ഞങ്ങോട്ട് വന്നാ നോക്കിക്കോ, ആ പെണ്ണുങ്ങളെല്ലാം കൂടി ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും. ആ സ്റ്റീഫന്റെ ഭാര്യ വരൂ? അല്ല, പെണ്ണുങ്ങൾ എത്ര പേര് വരും, എത്ര ഗ്ലാസ് ചായ വേണം എന്നൊക്കെ നമുക്ക്. അപ്പൊ സ്റ്റീഫന്റെ ഭാര്യയോ? അതെ, സ്റ്റീഫന്റെ ഭാര്യ വന്നോട്ടെ. സ്റ്റീഫന്റെ ഭാര്യയോട് എനിക്ക് ചോദിക്കാനുണ്ട്. എന്തോന്ന്? സ്റ്റീഫന് സുഖമാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? അത് സ്റ്റീഫനോട് നേരിട്ട് അങ്ങ് ചോദിച്ചാ പോരെ? അവനോട് ഞാൻ മിണ്ടത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റീഫനോട് ചോദിച്ചു, എന്റെ സ്റ്റീഫ, നീ നാട്ടിൽ ഇങ്ങനെ ജോലി ചെയ്താൽ ശരിയാവുമോ? വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്, ഒരു 5-6 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാ പോരെ? പിന്നെ ഇനി അഥവാ എന്തെങ്കിലും എമർജൻസി അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇല്ലേടി ഇവിടെ ഓടിച്ചെല്ലാൻ. ഇത്ര ഞാനൊന്ന് പറഞ്ഞപ്പോ സ്റ്റീഫൻ എന്റെ അടുത്ത് ഒറ്റ വർത്താനം, നിന്റെ തന്തയല്ല എന്റെ തന്ത. നിങ്ങൾക്ക് അത് തന്നെ വേണം. രാവിലെ വയറ് വിശക്കുന്നു, നീ കിച്ചണിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടോ ചെല്ല്. അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് എന്തുവാ വേണ്ടേന്ന് പറ, അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരാം. എന്റെ മോക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിണ്ടോ? വേണ്ട, എന്റെ പൊന്നിന് ഇഷ്ടമുള്ള എന്തുവാന്ന് പറ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരും. പുട്ടുണ്ടാക്കും. വെള്ളം കുടിച്ച് ഉപ്പാട് വരുത്തില്ലയോ? പിന്നെ ഇടിയപ്പം ഉണ്ടാക്കടി. അതിന്റെ കുരുക്കൊക്കെ അഴിച്ചിട്ട് അത് എപ്പ തിന്ന് തീർക്കാനാ? ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്ക്. നെഞ്ചരിയത്തില്ലയോ? അത് വിട്, 2 ഇഡലി ഉണ്ടാക്കിക്കൊണ്ടു. ഇവിടെ 16 അടി നടക്കുന്ന ഇഡലി പുഴുങ്ങി തിന്നാൻ. എന്റെ മോക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കൊണ്ടു വാ. എനിക്ക് ചേട്ടന് എന്ത് ഇഷ്ടമെന്ന് പറ, അത് ഞാൻ ഉണ്ടാക്കി തരും. നീ എനിക്കിട്ട് ഉണ്ടാക്കല്ലേ? നീ കുറെ നേരം അതുണ്ടാക്കി ഇതുണ്ടാക്കുന്നു പറഞ്ഞിട്ട് എനിക്കിട്ട് കയറി ഉണ്ടാക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞ അടുക്കളയിൽ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ മനുഷ്യ? വല്ല പണിക്കിറങ്ങി പോ മനുഷ്യ. കർത്താവേ, ഇവിടെ തല വെള്ളടി വെട്ടത്തേ ഉള്ളൂ. എടി, നിന്റെ പറച്ചിൽ കേട്ടാ ഞാൻ എന്താ പണിക്കും വേലയ്ക്ക് പോകുന്നത് ഇവിടെ അടയിരിക്കുവാണോടി? എടി, എനിക്ക് 1-ാം തരം ജോലിയുണ്ട്, ഇലക്ട്രീഷ്യൻ ജോണി. അയ്യോ, ഇലക്ട്രീഷ്യന്റെ ഗുണമൊന്നും നിങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ വിജയണ്ണന്റെ വീട്ടിൽ പോയി കോളിംഗ് ബെല്ല് ശരിയാക്കിയോ? കോളിംഗ് ബെല്ല് ശരിയാക്കിയല്ലോ, അതിന് പൈസ കിട്ടിയില്ല. ഇന്ന് രാവിലെ ചെന്നാ പൈസ മേടിക്കണം. പൈസ മേടിക്കാൻ അങ്ങോട്ട് ചെല്ല്. കഴിഞ്ഞ ദിവസം വിജയണ്ണൻ എന്നെ കണ്ടപ്പോ പറയുവാ, നിന്റെ കെട്ടിയോ വന്നവിടെ കോളിംഗ് ബെല്ല് ശരിയാക്കി, പക്ഷെ ചുച്ചേ കുത്തുമ്പോ കിണറ്റിൽ കിടക്കുന്ന മോട്ടർ ഓൺ ആയി ടാങ്കിനകത്ത് വെള്ളം നിറഞ്ഞു വന്നു. എടി, അത് പിന്നെ ഈ 2 വയറുകൾ തമ്മിലുള്ള കണക്ഷൻ അല്ലേടി, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ഇങ്ങനൊക്കെ സംഭവിക്കും. ഈ പണി നിങ്ങൾക്ക് പറ്റാത്തോണ്ടല്ലോ എന്റെ അച്ഛൻ അഡ്വക്കേറ്റിന്റെ വീട്ടിൽ കാറിന്റെ ഡ്രൈവറായിട്ട് നല്ല 1-ാം തരം ഒരു ജോലി നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നെ. അതിന്റെ ജോലിക്ക് സ്റ്റാർട്ടിങ് 2000, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടിത്തരാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഈ മനുഷ്യൻ കാണിച്ചെന്തുവാ, വീട്ടിലോട്ട് ചെന്ന് കയറി വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയുക, സ്റ്റാർട്ടിങ്ങില് 2000 താ, എന്നാലും ഫസ്റ്റ് ഗിയർ ഇതൊന്നും പോരാഞ്ഞിട്ട് അവിടെ കിടന്ന എല്ലാ വണ്ടികളും ഇങ്ങനെ സ്റ്റാർട്ടാക്കി. ഏത് വണ്ടി സ്റ്റാർട്ട് ആക്കിയാലും ഈ 2000 രൂപ കിട്ടുന്നത് നമുക്കൊന്നും അറിയാം. ഒരു കിഴങ്ങനെ ഞാൻ ആദ്യമായിട്ട്
കാണുവാ ഞാൻ. എടി നീ പരിഹസിക്കും, പക്ഷെ കാലം ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും ഈ വീട്ടിൽ താമസിച്ച ഞാനൊരു മഹാനാണ്. അയ്യോ, അതിനധികം കാലതാമസം ഒന്നും വേണ്ട. 2 ദിവസത്തോടെ കഴിഞ്ഞ ഈ നാട്ടുകാർ ഈ വീട്ടിലോട്ട് നോക്കി പറയും, ദേ ഉടമസ്ഥൻ വിളിച്ച് വാടക കൊടുത്തിട്ടില്ലെങ്കിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ദൈവമേ, ആ സാർ ഇപ്പൊ കേറി വരും, ഞാൻ എന്തോ ചെയ്യും? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഐഡിയ, നിനക്ക് അഭിനയിക്കാൻ അറിയാവോ? അഭിനയിക്കാനൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഇനി അഭിനയിച്ചൊരു സിനിമാ നടിയൊക്കെ ആയി കാശൊക്കെ വാങ്ങിച്ചിട്ട് ലോൺ അടച്ചാൽ മതിയോ? എന്റെ സിനിമാ നടി, ഞാൻ അതല്ലടി പറഞ്ഞത്. ആ സാർ വരുന്ന സമയത്ത് ഞാൻ അറ്റാക്ക് വന്ന പോലെ അഭിനയിക്കും. അയ്യോ, ഇത് കുഷ്ഠരോഗിയല്ലയോ? എടി അതല്ലെന്ന്. എടി ഞാൻ അറ്റാക്ക് വന്ന് ഇവിടെ കിടക്കും, നീ എന്നെ ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി കൊണ്ടുപോകുന്നവരുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പൈസ മേടിക്കുവോ? അയ്യോ, എന്തൊരു ബുദ്ധിയായത്. അതാ പറഞ്ഞേ, തലക്കകത്ത് തലച്ചോറ് വേണം. നിനക്കതില്ല. ഇതൊക്കെ ഇല്ലാതെ നീയൊക്കെ എത്ര കാലം ജീവിക്കും? നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 40 വയസ്സുണ്ട്. 40 വയസ്സൊക്കെ സേഫാ, അത് കഴിഞ്ഞാ പിന്നെ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. സാർ ഇങ്ങോട്ട് വരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ വരെ പോണം. എന്നെ ഇവിടെ ഒറ്റ കിട്ടിട്ട് നിങ്ങൾ ഇപ്പൊ അങ്ങനെ ബാത്റൂമിൽ പോകണ്ട. എനിക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോണോടി. നിങ്ങളുടെ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാം. എന്തുവാ ചേച്ചി ഇത്? ഞാൻ എത്ര നേരോട് കാത്തിരിക്കുക, നിങ്ങൾ അവിടെ കണ്ടില്ലല്ലേ? ഞങ്ങൾ അങ്ങോട്ട് വരാൻ ഇരിക്കുവായിരുന്നു. നിങ്ങൾ വരാൻ വേണ്ടി ഇവിടെ ഇരിക്കാന്നറിയാം. അതാ ഞാൻ അവിടെ ഇരിക്കാതെ ഇങ്ങോട്ട് വന്ന്. ഇന്നും കൂടെ ചേർത്ത് 3 ആഴ്ചത്തെ ലോണാണ് പെൻഡിങ്. കളക്ഷൻ പൈസ കിട്ടിയേ പറ്റും. പോയി പൈസ എടുത്തോണ്ട് പോവാ. ചേട്ടാ, പൈസ ചോദിക്കുന്നു ചേട്ടാ. എക്സ്ക്യൂസ് മീ, നിങ്ങളൊരു മാന്യമായ ഒരു ചെറുപ്പക്കാരൻ. അത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ SC കൂടി ഷർട്ടൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ അടുത്ത എല്ലാ വീട്ടിലും കയറി നടന്നിട്ടെ നാണമുണ്ടോ? ഈ ലോണ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നാണമാനൊന്നും ഇല്ലേ? ഒരു നാണവും ഇല്ല. അല്ല, നിങ്ങളുടെ കുടുംബക്കാരെ ചേട്ടനന്മാരൊക്കെ ഈ തൊഴിലാണോ? എന്റെ കുടുംബക്കാരെല്ലാം പറഞ്ഞോണ്ടല്ലേ, എന്റെ ചേട്ടന്മാരൊക്കെ അറിയപ്പെടുന്ന സാറന്മാരാ. സാറാടി? നിസാറ്, അൻസാറ്. മൊത്രയായി. അല്ല, മൊത്തം എത്ര രൂപയായിരുന്നല്ലേ? മൊത്തം എത്ര രൂപ അടയ്ക്കാനുണ്ടെന്ന് നോക്കി മൊത്തം കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു 10,000 രൂപ നിങ്ങൾ അടയ്ക്കാനുണ്ട്. ഓക്കെ, ആ ആഞ്ഞിലി വെട്ടിക്കൊണ്ട് പോകും. ഇതുകൊണ്ടൊരു കോഴിക്കോട് ഒരു അടിക്കാൻ പറ്റത്തില്ലേ? നീ മാറി നിൽക്കടി. ഇടാ, ആ ആഞ്ഞിലി വെട്ടിക്കൊണ്ട് പോടാ. വല്ലവന്റെ വാടക വീട്ടിൽ ആഞ്ഞിലി വെട്ടിയിട്ട് ഞാൻ അകത്താവാനാ? എന്ത് വേണ്ടാണ് ഈ പറയുന്നത്? ഞാൻ ഈ 10,000 രൂപ ഇപ്പൊ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? എന്ത് വിഷയം? ഒരു വിഷയമില്ല. ഒരു വിഷയമില്ല. ഓക്കെ, നിങ്ങൾ ഈ ലോൺ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് 2 പേർക്കും ഇല്ലയോ? ആണാ? പിന്നെ ഓക്കെ, നമുക്കത് ക്ലോസ് ചെയ്തേക്കാം. ബാബേ, ആ പൈസ എടുത്തോണ്ട് വരൂ. ചേട്ടനല്ലേ കാശ് എവിടെ ഇരിക്കുന്നത് അറിയത്തുള്ളൂ. സില്ലി ഗേൾ, ഇവക്കറിയില്ല പൈസ എവിടെ ഇരിക്കുന്നത്. ഞാൻ എടുത്തോണ്ട് വരാം. ഇപ്പൊ കൊണ്ടുവരും. അയ്യോ, എന്റെ ചേട്ടൻ അറ്റാക്ക് വന്ന്. അറ്റാക്ക് ചെയ്ത നെഞ്ചി നടന്ന അറ്റാക്ക് ചേച്ചിക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ ഇച്ചിരി മുമ്പേ ഫിക്സ് ചെയ്താ. ഫിക്സ് ചെയ്താ? അയ്യോ, ഫിക്സ് വരുന്ന ഒരു മനുഷ്യനാ എന്റെ ചേട്ടൻ അറ്റാക്ക് വന്നു. ചേട്ടാ, നമുക്ക് ആശുപത്രി പോവാൻ ചേട്ടാ. അയ്യോ വേണ്ടടി, ആശുപത്രി പോകുന്നതിന് മുമ്പ് ഈ സാറിന് കൊടുക്കാനുള്ള 10,000 രൂപ നീ എടുത്തങ്ങ് കൊടുക്കണേ. അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തൊരു പയ്യനാണോ ചേട്ടാ അവൻ? ഈ അവസ്ഥയിൽ അവൻ കാശ് ചോദിക്കത്തില്ല. അണ്ണ വേണോ? വേണം. അയ്യോ എടീ, എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹം ഉണ്ടേ. ഈ ഭൂമിയിൽ ഒരു കടബാധ്യതയും ബാക്കി വെക്കാതെ എനിക്ക് യാത്രയാകണമടി. ചേച്ചി, എന്തോ ഇവിടെ പ്രശ്നം? എന്തോ നിങ്ങൾ കിടന്ന് കാണിക്കുന്നത്? ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ലയോ? അറ്റാക്കല്ല, കുറ്റാക്ക്. ഹൃദയം ഇരിക്കുന്ന ഇടത് ഭാഗത്തല്ലേ, അപ്പൊ അവിടെ എന്റെ അറ്റാക്ക് വരണ്ട. വലത് ഭാഗത്ത് തപ്പിപ്പിടിച്ചിട്ട് ഒരു അറ്റാക്കാന്ന്. ഇത് ഗ്യാസ് എങ്ങാണ്ട് കയറുന്നത്, വല്ല പുളിയും മാറി കൊടു. അതെ, എനിക്ക് ഇരട്ടച്ചങ്കാണ്. 2 ഹൃദയമുണ്ട്. 2 മാറ്റി കിടന്നാ പൈസ എടുത്തോണ്ടാ കൂടെ കാണിക്കുന്നത്. മനുഷ്യ, നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാനായിരിക്കുന്നേന്ന്. എന്നിട്ട് ആ ഹൃദയം പോലും എവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് അറിയത്തില്ലയോ? ഓഹോ, അപ്പൊ നീ പൈസ കൊണ്ടേ നീ പോകും? ഞാൻ പൈസ കൊണ്ടേ പോകും. എന്റെ വീട്ടിൽ നീ പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ നീ കൊണ്ടേ പോകൂ. ചേച്ചി, അയാൾ പറഞ്ഞിട്ട് പോയത് കേട്ടോ, ഇതാ നിങ്ങൾക്കൊക്കെ ലോൺ തരാത്തത്. ഞങ്ങളെ മാനേജറെ ഒരു കാര്യം പറഞ്ഞിരിക്കുക, ഇനി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ലോൺ കൊടുക്കൂ. പിന്നെ 8ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഇങ്ങൾക്ക് നിങ്ങൾ എന്തോ കണ്ടിട്ടാ ലോൺ കൊടുത്തത്? 6ാം ക്ലാസ് വരെ പഠിച്ചു ഞാൻ സാറായി, പിന്നെ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന ലോൺ കൊടുക്കുന്നത് എന്താണ് കുഴപ്പം? ഗ്യാസിന്റെ മരുന്നൊക്കെ പിന്നെ കുടിക്കാം, ആദ്യം ലോണിന്റെ പൈസ വെച്ചിട്ട്. ഗ്യാസിന്റെ മരുന്നല്ലടാ, ഇത് വിഷമാണ്. വിഷം ഈ സാറിന്റെ അഡ്രസ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? എനിക്കറിയാം. സുനി വയസ്സ് 27, സ്ഥലം പത്തനംതിട്ട, വാട്സ്ആപ്പ് DP ഷാരൂഖ് ഖാൻ. വിഷം കുടിച്ച് ചാകുന്ന സമയത്തെങ്കിലും അല്പം മനസമാധാനം നീ തരത്തില്ലല്ലേ? ഞാനിത് കുടിക്കാൻ പോവാണ്. ഞാനിത് ആദ്യം കുടിക്കും. ഇതിന്റെ പകുതി നീ കുടിക്കണം. ഇതിന്റെ പകുതി ഞാൻ കുടിക്കാം. ഇതെന്തോ ആദ്യ രാത്രിയിലെ പാലോ?
ഞാൻ ഇത് കുടിക്കാൻ പോവാണ് നിന്റെ പേര് എഴുതി വെച്ച് അയ്യോ കാൽ- കുടിക്കല്ലേ അണ്ണാ വേണ്ടണ്ണ ചേട്ടാ, ചേട്ടാ. എന്തുകൊണ്ട് അവിടുത്തെ പ്രശ്നം ഈ ലോൺ അടയ്ക്കണം ഈ ആഴ്ചത്തെ ലോണ് ഞാൻ അടയ്ക്കും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന് നിങ്ങൾ ഈ 10,000 രൂപ അടച്ച് ഈ ലോൺ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ 50,000 രൂപ ലോണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ മേടിച്ചു തന്നാണ് എന്തോന്നാ ഓ നിങ്ങൾ ഇന്നില്ലയോ ഈ 10,000 രൂപ അടച്ച് ലോൺ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ 50,000 രൂപ ലോണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ മേടിച്ചു തന്നാണ് പറഞ്ഞത് മനസ്സിലായോ 10 അങ്ങോട്ട് കൊടുത്തെങ്കിൽ 50 ഇങ്ങോട്ട് കിട്ടിയേനെ ആണോ ഹലോ സാറേ ആ തരാനുള്ള 10,000 രൂപ അങ്ങ് എടുത്തിട്ട് ബാക്കി 40,000 രൂപ ഈ തന്നുകൂടെ എന്റെ അണ്ണാ